ആ മണ്ഡലം ഇനിയും രാഹുലിനെ കൈവിടും എന്നുള്ളത് കൊണ്ട് തന്നെ ഗാന്ധി കുടുംബവും കോൺഗ്രസും തന്ത്രങ്ങൾ മാറ്റിപ്പിടിക്കുവാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുകയാണ്. മാത്രവുമല്ല, ഇന്ത്യ മുന്നണിയും സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ സജീവ ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. ഏതൊക്കെ സീറ്റുകളിൽ ആരൊക്കെ, ഏതൊക്കെ സീറ്റുകളിലായിരിക്കും പിടിവലികൾക്ക് സാധ്യത എന്നിങ്ങനെ എണ്ണം തിരിച്ച് കരുക്കൾ നീക്കുകയാണ് മുന്നണി. ഇവിടെയാണ് രാഹുലും പ്രിയങ്കയും സോണിയാഗാന്ധിയും മത്സരിക്കേണ്ടുന്ന സീറ്റുകളെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെയെന്ന് ഉറപ്പിക്കുമ്പോൾ വടക്കേ ഇന്ത്യയിൽ നിന്നും കൂടി മത്സരിക്കണമെന്ന നിർദ്ദേശം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. സോണിയാഗാന്ധി റായ്ബറേലിയിൽ ഒരു വട്ടം കൂടി മത്സരിക്കുമെന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന. രാജ്യസഭയിലും പരിഗണനയിലുണ്ട്. ഇവിടെയൊക്കെ വിലങ്ങ് തടിയായി നിൽക്കുന്നത് അമേഠിയും റായ്ബറേലിയും അടക്കം ഹിന്ദി കോട്ടകളാണ്. അഥവാ ഗാന്ധി കുടുംബത്തിന് വിനിയായി മാറുന്നതും ഈ കോട്ടകളാണ്. ഒപ്പം തന്നെ പ്രിയങ്കയെ എവിടെയാണ് കന്നി അംഗത്തിന് ഇറക്കേണ്ടത് എന്ന ആലോചനകളും പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ അമേഠിയിൽ ഇപ്പോഴും രാഹുൽ അത്ര സുരക്ഷിതനല്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോഴും പാർട്ടികളുള്ളത്. അതുകൊണ്ട് തന്നെ വീണ്ടും രാഹുൽ വയനാട്ടിൽ തന്നെ മത്സരിക്കും എന്നുള്ള വാർത്തകളെ തള്ളിക്കളയാനുമാവില്ല. എന്നിരുന്നാലും വയനാട് രാഹുൽ ഗാന്ധിക്ക് സുരക്ഷിത മണ്ഡലമാകുമ്പോൾ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ പോരാട്ടത്തിൽ വടക്കേ ഇന്ത്യയിൽ നിന്നുകൂടി മത്സരിക്കണമെന്ന അഭിപ്രായം പാർട്ടിയിലുണ്ട്. അമേഠി ഇക്കുറിയും സുരക്ഷിതമല്ല എന്നതാണ് വിലയിരുത്തൽ. പാർട്ടിക്ക് ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ പോലും കഴിഞ്ഞ തവണ മോശം പ്രകടനമായിരുന്നു കോൺഗ്രസിൻ്റെത്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ രണ്ടാമത്തെ മണ്ഡലത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ഗാന്ധി കുടുംബത്തിന്റെ കുത്തക മണ്ഡലമായ റായ്ബറേലിയിൽ നിന്നും സോണിയാഗാന്ധി വീണ്ടും മത്സരിക്കണമെന്ന് പാർട്ടിയിൽ അഭിപ്രായമുണ്ട്. എന്നാൽ റായ്ബറേലിയിലെ സമവാക്യങ്ങളിൽ മാറ്റം വന്നാൽ അത് വലിയ തിരിച്ചടിയാകും. തെലങ്കാന ഘടകം അവിടെ നിന്നും സോണിയ ലോക്സഭയിലേക്ക് മത്സരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. ലോക്സഭയിലേക്കില്ലെങ്കിൽ കർണാടകയിൽ ഏപ്രിലിൽ ഒഴിവ് വരുന്ന സീറ്റുകളിൽ ഒന്നിൽ രാജ്യസഭയിലേക്ക് സോണിയ മത്സരിക്കാനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നുമുണ്ട്. ജനറൽ സെക്രട്ടറിയായി AICC തലപ്പത്തുണ്ടെങ്കിലും പ്രത്യേക ചുമതല പ്രിയങ്ക ഗാന്ധിക്ക് ഇതുവരെയായി നൽകിയിട്ടില്ല. മത്സര സാധ്യത പരിഗണിച്ചാണിതെന്ന് സൂചനയുമുണ്ട്. പ്രിയങ്ക രാജസ്ഥാനിൽ നിന്നും മത്സരിക്കണമെന്നതാണ് സംസ്ഥാന ഘടകം ആവശ്യപ്പെട്ടിരിക്കുന്നത്. റായ്ബറേലിയിലേക്ക് സോണിയ ഇല്ലെങ്കിൽ പ്രിയങ്കയെ പരിഗണിച്ചേക്കുമെന്നും കേൾക്കുന്നുമുണ്ട്. വടക്കേ ഇന്ത്യയിലെ മണ്ഡലങ്ങൾ ഗാന്ധി കുടുംബം പാടെ ഉപേക്ഷിച്ചാൽ അത് പാർട്ടിക്കുണ്ടായേക്കാവുന്ന ക്ഷീണം ചെറുതല്ല. ഇങ്ങനെ കൂട്ടിയും കിഴിച്ചും ഗാന്ധി കുടുംബവും കോൺഗ്രസും ഫെബ്രുവരിയോടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് നേരത്തെ തന്നെ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലേക്ക് കടക്കുകയാണ്. അതേസമയം സിറ്റിംഗ് MP-മാർ തന്നെ അതാത് മണ്ഡലങ്ങളിൽ മത്സരിക്കട്ടെ എന്ന നിർദ്ദേശങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമിതികൾ, കോർഡിനേറ്റർമാർ, വാർ റൂം അങ്ങനെ മറ്റു പാർട്ടികളെക്കാൾ ഒരു മുഴം മുന്നേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്.